ഇതിനൊക്കെ ക്ലിയർ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശരി. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സെഷൻ എന്ന് വെച്ചാൽ ഗിറ്റാണ്. ഓക്കെ, ഇപ്പോൾ ഗിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്നാണ് ഗിറ്റിനെ പറയുന്നത്. ഓക്കെ, എന്താണ് വേർഷൻ കൺട്രോൾ സിസ്റ്റം? അപ്പോൾ നമ്മൾ ഗിറ്റിൻ്റെ ഡെഫിനേഷൻ നോക്കാമെന്ന് വിചാരിച്ചു. നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയുന്നത് എന്നിട്ടാ ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു വേർഷൻ കൺട്രോൾ സിസ്റ്റമാണ് ഗിറ്റ് എന്നാണ് ഗിറ്റിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ ഡീസെൻട്രലൈസ്ഡ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് തൽക്കാലം വിടാം. അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്നുള്ളത് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു പ്രോജക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കണം. ജസ്റ്റ് ഒരു പുതിയ ഡയറക്ടറി ഉണ്ടാക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കണം. അതൊന്നും ഇപ്പോൾ കമാൻഡ് സെഷൻ ഞാനൊരു പുതിയ ഫോൾഡർ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് പ്രശ്നമില്ല. ഇപ്പോൾ ഇതിനകത്ത് ഞാനൊരു പുതിയൊരു ജസ്റ്റ് ഒരു സാമ്പിൾ ഫയൽ ഒരെണ്ണം ഉണ്ടാക്കണം. ഇപ്പോൾ എന്നിട്ടാ ഞാൻ പറഞ്ഞെങ്കിൽ script.txt എന്ന് വിളിക്കാം. ഇപ്പോൾ വിചാരിച്ചാൽ നിങ്ങളൊരു സിനിമയിൽ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് എഴുതാമെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കഥ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. വെറുതെ നെറ്റിൽ ഞാൻ വെറുതെ സെർച്ച് ചെയ്തിട്ട് അതെടുത്ത് ഞാൻ ജസ്റ്റ് വെറുതെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, കുറേ ഉണ്ട് ടെക്സ്റ്റ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി കഴിഞ്ഞു. എനിക്ക് ഇതിൽ വേറൊന്നും ചെയ്യേണ്ട. എൻ്റെ ഒരു ഫൈനൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് പറഞ്ഞാൽ ശരി. അപ്പോൾ എനിക്ക് ഇതിൽ കുറച്ചും കൂടി ചേഞ്ചസ് വരുത്തണം. ഓക്കെ, അപ്പോൾ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ പക്ഷെ എനിക്ക് എൻ്റെ ഈ ഫയൽ എനിക്ക് ഈ വരുത്തിയ മാറ്റങ്ങളൊന്നും എനിക്ക് കളയണ്ട എന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തൊരു ചെയ്യുക, സാധാരണ നമ്മൾ ഗതിയിൽ നമ്മൾ എന്തൊരു ചെയ്യുക, നമ്മളിപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തൊരു ചെയ്യുക, ഇതെന്തിനാ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് ഇതൊരു പുതിയ ഒരു ഫയലായിട്ട് പേസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനാണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ന്യൂ എന്ന് പറഞ്ഞിടും അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് പിന്നെയും കുറേ ചേഞ്ചസ് വരുത്തും. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇനിയും ചേഞ്ചസ് വരുത്തണം. പക്ഷെ എൻ്റെ ഈ ഫയൽ എനിക്ക് കളയാൻ പാടില്ല. അപ്പോൾ ഞാൻ അത് പിന്നെയും കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പുതിയ ഒരെണ്ണം ഉണ്ടാക്കും. ഇത് സ്ക്രിപ്റ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഞാൻ കുറേ മാറ്റം വരുത്താൻ വെച്ചു. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചേഞ്ച് വരുമ്പോൾ നമ്മുടെ പഴയ വേർഷൻ കളയാൻ പാടില്ല. എനിക്ക് എൻ്റെ പഴയ വേർഷൻസ് എപ്പോഴും കാണണം. അങ്ങനൊരു കോൺസെപ്റ്റാണ് ഇത് അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ വേർഷൻസൊക്കെ ഒരു രീതിയിൽ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ പഴയ വേർഷൻസ് ഇവിടെ കാണാം, എൻ്റെ പുതിയ വേർഷൻസ് കാണാം, അതിലും പുതിയ വേർഷൻസ് കാണാം. അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ വേർഷൻസും കാണാൻ ആക്സസ് ചെയ്യാനൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ വേർഷൻസ് വരുമ്പോഴും ചേഞ്ച് ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ ഓരോരോ ഫയൽ ഉണ്ടാക്കിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഒരു ടീഡിയസ് ആയിട്ടുള്ള ടാസ്ക്കാണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ അത് ഈസി ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസുകളെയാണ് നമ്മൾ വേർഷൻ കൺട്രോൾ സിസ്റ്റംസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഗിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേണ്ടി ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ടൂളാണ് ഗിറ്റ്. ഓക്കെ, വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും. നമ്മുടെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ്, ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ആയിട്ട് എടുത്തോ. ഇപ്പോൾ പ്രോജക്റ്റിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഡ്രാഫ്റ്റ്സുകൾ എനിക്ക് ഓർഗനൈസ് ചെയ്യാനും അത് ബാക്ക് ട്രാക്ക് ചെയ്യാനും അത്
ചെയ്യാനും അത് ട്രാക്ക് ചെയ്യാനും വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസുകളാണ് വേർഷൻ കൺട്രോൾ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗിറ്റിൻ്റെ ഡെഫിനിഷനൊക്കെ ഒന്നും കൂടി നോക്കാം. ഇപ്പോൾ എന്താ ഡിസ്ട്രിബ്യൂട്ടഡ് ഡീസെൻട്രലൈസ്ഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം. വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്നുള്ളത് നമുക്ക് എന്താണെന്ന് മനസ്സിലായി. നമ്മുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് വേർഷൻ കൺട്രോൾ സിസ്റ്റം. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു പ്രോജക്റ്റ് എൻ്റെ ഒരു പ്രോജക്റ്റ് ഓർഡർ ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പ്രോജക്റ്റ് ഓർഡർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ ഇതുണ്ട്. ഇപ്പം എന്ത് സംഭവിക്കും? ഇപ്പം അറിയാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രോജക്റ്റ് ഫോൾഡർ ഡെലിറ്റ് ആയിപ്പോയി. അപ്പോൾ എൻ്റെ മൊത്തം ഡെലിറ്റ് ആയിപ്പോയെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ലാപ്ടോപ്പ് പോയി, ഇവിടെ ലാപ്ടോപ്പ് മൊത്തം പോയി, എൻ്റെ പ്രോജക്റ്റ് മൊത്തമായിട്ട് പോയി. അപ്പോൾ പിന്നെ എനിക്ക് ആ തിരിച്ച് കിട്ടാൻ യാതൊരു വഴിയുമില്ല. അപ്പോൾ നമുക്ക് എന്തൊരു ചെയ്യാൻ പറ്റാം? ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു സെർവർ തന്നെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു VCS എന്ന് പറഞ്ഞിട്ട്, അതായത് വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കണം. ഓക്കെ, ഇതൊരു സെർവറിലൊരു ഫോൾഡറാണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണേ? ഈ പ്രോജക്റ്റ് എന്നുള്ളത് ഞാൻ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ എൻ്റെ കമ്പ്യൂട്ടറിലൊന്നുമില്ല, ഈ ഒരു ഫോൾഡർ സെർവറിലാണെന്ന് വിചാരിച്ചോ. ഓക്കെ, സെർവറിൽ നമ്മൾ എങ്ങനെ എടുക്കുന്നുള്ളത് നമുക്ക് തൽക്കാലം ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇത് സെർവറിലുണ്ട്, സെർവറിൽ ഇങ്ങനെ ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിനകത്ത് നമ്മുടെ പ്രോജക്റ്റ് ഉള്ള കാര്യം മാത്രം നമുക്കൊന്ന് ഉറക്കിയാൽ മതി. ഇപ്പോൾ എനിക്ക് ഈ പ്രോജക്റ്റ് എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുള്ള ആവശ്യമുള്ള സമയത്ത് ഞാൻ എന്താ ചെയ്യാം? പ്രോജക്റ്റ് എടുക്കും, കോപ്പി ചെയ്യും, ഇവിടെ പേസ്റ്റ് ചെയ്യും. എന്നിട്ട് എനിക്ക് എന്തൊക്കെ ചേഞ്ച് വരുത്തണോ ഞാൻ അവിടെ ആ ചേഞ്ചസ് ഞാനവിടെ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊരു ചെയ്യാം? ഈ പ്രോജക്റ്റിനെ എൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഈ പ്രോജക്റ്റ് ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാൻ കോപ്പി ചെയ്യും. എന്നിട്ട് ഞാൻ ഈ പ്രോജക്റ്റിനെ തിരിച്ചുവിടെ പേസ്റ്റ് ചെയ്യും. എന്നിട്ട് മെർജ് കൊടുത്തുന്നുണ്ടെങ്കിൽ എല്ലാ ഫയലും എൻ്റെ ആവശ്യമുള്ള ഫയൽ ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേഞ്ചസൊക്കെ സെർവറിൽ റിഫ്ലക്റ്റ് ആയി അല്ലേ? പക്ഷേ അപ്പോഴും എൻ്റെ സെർവറിൽ കംപ്ലയിൻറ്റ് പറ്റിയിരുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക? ആ ഫയൽസ് അപ്പോഴും പോയി. അതായത് നമ്മൾ ഒരു സിംഗിൾ പോയിൻ്റ് ഓഫ് ഫെയിലിയർ എന്ന് പറയും. അതായത് സെർവർ ഇപ്പം നേരത്തെ നമ്മുടെ കമ്പ്യൂട്ടർ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫയൽസ് മൊത്തം പോയി. ഇപ്പോൾ സെർവർ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫയൽസ് മൊത്തം പോയി. അത്രയേ ഉള്ള ഡിഫറൻസ്. ഓക്കെ, ഇപ്പോൾ ഈ പ്രോജക്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ ആൾക്കാർ വർക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അഖില വർക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. അപ്പോൾ അഖില എന്തിട്ട് ചെയ്യാം? അഖിലയും ഈ പ്രോജക്റ്റിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അഖില എന്ത് ചെയ്യും? അഖില മാറ്റങ്ങൾ വരുത്തും. എന്നിട്ട് മാറ്റം വരുത്തുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തും. എന്നിട്ട് അഖില വരുത്തിയ മാറ്റങ്ങൾ തിരിച്ച് സെർവറിലേക്ക് കൊടുക്കും. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും പറ്റി അഖിലയുടെ ഫയൽസ് മൊത്തം ഡെലിറ്റ് ആയെന്ന് വിചാരിച്ചോ. ഓക്കെ, ഡെലിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഖിലയ്ക്ക് അഖില ചെയ്ത ചേഞ്ചസ് ഓൾറെഡി സെർവറിലുള്ള കാരണം ഈ പ്രോജക്റ്റ് കോപ്പി ചെയ്ത് തിരിച്ചുകൂടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഖില മേ ബി അഖില ഏറ്റവും ലാസ്റ്റ് ചെയ്ത് സെർവറിൽ പുഷ് ചെയ്യുന്ന സെർവറിലേക്ക് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പുള്ള ചേഞ്ചസും ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. പക്ഷേ ഒരുവിധം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ചേഞ്ചസും അഖിലേക്ക് സെർവറിൽ നിന്ന് നേരിട്ട് പുഷ് ചെയ്യാം. ഇൻ കേസ് അതുപോലെ തന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പ്രോജക്റ്റ് ഡെലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്കും ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഡ് അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് മൊത്തം ഡെലിറ്റ് ആയിട്ട് പോവുക, അങ്ങനെ ഒരു പ്രശ്നമില്ല ഇവിടെ. അതായത് പലയിടത്തായിട്ട് നമ്മുടെ പ്രോജക്റ്റ് ഉണ്ട്. ഇൻ കേസ് നമ്മുടെ സെർവർ പോയെന്ന് വിചാരിച്ചോ, അപ്പോഴും എൻ്റെയിലും പ്രോജക്റ്റിൻ്റെ ഒരു കോപ്പി ഉണ്ട്, അഖിലയുടെ കയ്യിലും പ്രോജക്റ്റിൻ്റെ ഒരു കോപ്പി ഉണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് എൻ്റെ പ്രോജക്റ്റ് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടു. അഖിലയുടെ ചേഞ്ചസ് മാത്രം കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ സെർവറിലുണ്ടായിരുന്ന ഫയൽസ് നമുക്ക് തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിംഗിൾ പോയിൻ്റ് ഓഫ് ഫെയിലിയർ എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് മാറി. അതായത് നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പലയിടത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് പലയിടത്തായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും
ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ ഫയൽസ് ഡിലീറ്റ് ആകുന്ന ഒരു പ്രശ്നം നമുക്കില്ല. ഈ കോൺസെപ്റ്റ് മനസ്സിലായി എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ആർക്കും ഡൗട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോളട്ടെ, കാരണം നമ്മൾ ഇതിൽ ബേസ് ചെയ്ത് നമ്മൾ ഇനിയും കുറേ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു അതിൻ്റെ സ്റ്റാർട്ടിങ് ബേസാണ്. ഇത് മനസ്സിലായാലേ നമുക്ക് ബാക്കി കാലം മനസ്സിലാവുള്ളൂ. നമ്മ നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാറ്റിലിട്ടാലും മതി. മനസ്സിലായെന്നുണ്ടെങ്കിൽ രസം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഡൺ. ഓക്കെ, ഗുഡ്. ആ, ഷുവർ. എന്താ പറയുക, ഒരു ജനറലി നോക്കണമെന്നുണ്ടെങ്കിൽ ആണ്, പക്ഷേ അതിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെന്ന് വെച്ചോ. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ കോൺസെപ്റ്റ് തന്നെ നോക്കുവാണെങ്കിൽ ഒന്നും കൂടി നോക്കാം. ഓക്കെ, ഇപ്പോൾ അഖില അവർ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഞാനും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഈ സ്ക്രിപ്റ്റിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. ഓക്കെ, ഇപ്പോൾ ഞാൻ മാറ്റം വരുത്തി. ഇപ്പം എന്താ, അഖില മാറ്റങ്ങൾ ഇവിടെ ഞാൻ അത് എൻ്റെ ലോക്കലിൽ ഞാൻ മാറ്റി. ഞാൻ ലോക്കലിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഞാൻ അത് സെർവറിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, സെർവറിൽ എൻ്റെ ലേറ്റസ്റ്റ് ചേഞ്ചസ് വന്നു. പക്ഷെ അഖിലയുടെ സിസ്റ്റത്തിൽ ചേഞ്ചസ് വന്നിട്ടില്ല. അഖില എപ്പോഴും പഴയത് തന്നെ ഇരിക്കണേ. അപ്പോൾ അഖിലയ്ക്ക് മാറ്റം വരുത്തേണ്ട മാറ്റങ്ങൾ ഞാൻ ഇവിടെ വരുത്തി. ഓക്കെ, എന്നിട്ട് അഖില സേവ് ചെയ്തു. പക്ഷെ ഇപ്പോഴും എന്തെന്ന് പ്രശ്നം എന്ന് വെച്ചാൽ അഖിലയുടെ ഉള്ള ചേഞ്ചസ് പഴയ ചേഞ്ചസാണ്, പുതിയ ചേഞ്ചസ് അല്ല. ഇപ്പോൾ അഖില എന്ത് ചെയ്യണേ, അഖിലയുടെ ഉള്ള ചേഞ്ചസ് എല്ലാം കറക്റ്റാണെന്ന് വെച്ചാൽ അഖില പുഷ് ചെയ്യാമെന്ന് വിചാരിച്ചോ, ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കണം, നമുക്ക് ഞാൻ ചെയ്ത ചേഞ്ചസ് മൊത്തം ലോസ്റ്റായി ഇവിടെ അല്ലേ. അപ്പം നമ്മുടെ ആ ഒരു വേർഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ നമുക്ക് മിസ്സായില്ലേ. അതായത് നമുക്ക് ഫയൽസിൻ്റെ എല്ലാ ചേഞ്ചസും ഓരോ ചേഞ്ചസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ. ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് വർക്ക് ആവുന്നത്. കാരണം നമ്മുടെ ചേഞ്ചസ് നമുക്ക് അങ്ങനെ ഓരോ ചേഞ്ചസ് എന്താ ചേഞ്ച് വന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫയലിൻ്റെ ഒരു ഫൈനൽ ഫോം മാത്രമേ നമുക്ക് ഗൂഗിൾ ഫോമിൽ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഗിറ്റ് ഉപയോഗിക്കുമ്പോൾ എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫയലിൻ്റെ ഓരോ ചേഞ്ചും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലായോ? ഓക്കെ, ഓക്കെ, ഷുവർ. ഓക്കെ, ഇപ്പോൾ വേർഷൻ കൺട്രോളിന് ഗിറ്റ് മാത്രമല്ല, ഇഷ്ടംപോലെ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ പക്ഷേ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഒരു 90% മേലെ ഉപയോഗിക്കുന്നത് ഗിറ്റാണ്. 90% 95% ഗിറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് റോളിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്ന ഒരു റിക്വയർമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റ് അറിയണം എന്നൊരു റിക്വയർമെൻറ്റ് 90% കമ്പനികളിലുണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയൊരു കൊളാബറേറ്റീവ് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വേർഷൻ കൺട്രോൾ എന്നുള്ള കോൺസെപ്റ്റ് വളരെ 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 എന്താ പറയുക ഫണ്ടമെൻ്റലാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. എപ്പോൾ ചിലപ്പോൾ നാളെ ഒരു പുതിയ റിക്വയർമെൻറ്റ് വരും. നാളെ ചിലപ്പോൾ പറയാം നമ്മുടെ വെബ്സൈറ്റിൽ ഒരു പുതിയ ബട്ടൺ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പറയാം ഈ ബട്ടൺ നമുക്ക് പച്ചയാവണം, ഈ ബട്ടൺ മഞ്ഞയാവണം എന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ റിക്വയർമെൻറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ റിക്വയർമെൻറ്റും ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പഴയ വേർഷൻസ് എപ്പോഴും നമുക്ക് കീപ്പ് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു രീതി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ വേർഷൻ കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്, ഇപ്പോൾ പ്രോജക്റ്റ് ഉണ്ട്, ഞാൻ ഇപ്പോൾ എല്ലാം കറക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. ഞാൻ എന്തൊരു ചെയ്യുക, ഇതിന് കോപ്പി പേസ്റ്റ് ചെയ്ത് പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഇവിടെ ചേഞ്ചസ് ചെയ്യും. പ്രോജക്റ്റ് 1 പ്രോജക്റ്റ് 2 അങ്ങനെ എനിക്ക് എത്ര വേണമെങ്കിലും
ഇങ്ങനെ ഫയൽസ് ക്രിയേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്തിട്ട് നമ്മുടെ ഒരു വേർഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ അത് അത്ര നല്ലൊരു അപ്രോച്ച് അല്ലാത്ത കാരണമാണ് നമ്മൾ വേർഷൻ കൺട്രോൾസിന് ഇങ്ങനെ സിസ്റ്റംസ് ഉപയോഗിക്കുന്നത്. ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം ഗിറ്റാണ്. ഓക്കെ, ഇത് കാറ്റഗറൈസേഷൻ നമുക്ക് വിടാം, ഫുള്ളി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഉള്ള വേറെ കുറേ റിസോഴ്സസ് ഷെയർ ചെയ്യാം. നിങ്ങൾ അത് വായിച്ച് കുറച്ചും കൂടി പഠിക്കാം. നിങ്ങൾക്കൊരു ഐഡിയ, വേർഷൻ കൺട്രോൾ എങ്ങനെ ഐഡിയ എങ്ങനെ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളൊരു വാക്ക് ത്രൂ മാത്രമാണ് നമുക്കിപ്പോൾ തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഗിറ്റാണ്, 95% ഉപയോഗിക്കുന്നത് ഗിറ്റാണ്. പിന്നെ ഉപയോഗിക്കുന്നത് മെർക്യൂറിയിൽ സബ് വേർഷൻ. ഇങ്ങനെ കുറച്ച് വേറെ വേർഷൻ കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്. നമ്മൾ ഗിറ്റാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ് അതായത് ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഗിറ്റിൻ്റെ വർക്ക് ഫ്ലോ നമ്മൾ എങ്ങനെയാണ് ഗിറ്റ് ഉപയോഗിക്കാൻ പോകുന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ, അതായത് ഗിറ്റ് എങ്ങനെ വർക്ക് ആവുന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫയലുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഫയൽ സേവ് ചെയ്യണം. ഈ ഫയൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെന്ന് വിചാരിച്ചു ഫയലിനകത്ത്. ഇപ്പോൾ ഞാൻ കുറേ സ്പേസൊക്കെ ഞാൻ റിമൂവ് ചെയ്യണം. കുറേ മാറ്റങ്ങൾ ഞാൻ വരുത്താമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഈ ഫയൽ പിന്നെ സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മാറ്റങ്ങൾ നമുക്ക് അറിയാനുള്ളൊരു മാർഗം ഇല്ല. ഓക്കെ, അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ വർക്കിംഗ് ഡയറക്ടറി എന്ന് പറഞ്ഞത് നമ്മൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയല്, അതിനകത്തുള്ള നമ്മൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൾഡർ, അതിനകത്തുള്ള ഫയൽസാണ് നമ്മൾ വർക്കിംഗ് ഡയറക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഗിറ്റിൽ അതിന് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടറിയിൽ നമ്മൾ ചേഞ്ചസ് വരുത്തും. ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഫയൽസിനെ സ്റ്റേജിങ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, അവിടേക്ക് ഈ ഫയൽസിനെ മാറ്റും. ഓക്കെ, അവിടെ വെച്ച് നമ്മൾ ഫയൽസിനെ മാറ്റിയിട്ട് നമ്മൾ അവിടേക്ക് മാറ്റിയിട്ട് നമ്മൾ നോക്കും ഈ ഫയൽസിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന് നോക്കും. നോക്കിയിട്ട് ആ മാറ്റങ്ങൾ മാത്രം നമ്മൾ സേവ് ചെയ്ത് വയ്ക്കും. ഫോർ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഫയലൊക്കെ ഡെലിറ്റ് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഇതാണ് എൻ്റെ വർക്കിംഗ് ഡയറക്ടറി എന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പം ഞാൻ വേർഷൻ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫയൽ ഉണ്ടാക്കി. അത് എൻ്റെ പുതിയ ഫയൽ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആദ്യമായിട്ട് ഇനി ഫയൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഈ ഫയൽ സേവ് ചെയ്തു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പുതിയൊരു ലൈൻ പറഞ്ഞ് ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഫയലിനെ കോപ്പി ചെയ്തിട്ട് ഈ ഫയലിനെ പേസ്റ്റ് ചെയ്തിട്ട് എന്താ ചെയ്തത്, സ്ക്രിപ്റ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ട് പുതിയ ഫയൽ ഉണ്ടാക്കും അല്ലേ. നമ്മൾ അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പഴയ വേർഷൻ കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മുടെ എക്സാമ്പിൾ ഇതിനകത്ത്. ഇപ്പോൾ അതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ വരുത്തിയ ചേഞ്ചുകൾ മാത്രം ഞാൻ ഇവിടെ സേവ് ചെയ്ത് വയ്ക്കാം പുതിയ ഫയൽ. ഞാൻ ഇനി ഇതിനകത്ത് വേറെ കുറേ ചേഞ്ച് വരുത്താമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിനകത്ത് ഇതിൽ അടുത്ത ചേഞ്ച്, നെക്സ്റ്റ് ചേഞ്ച്, സ്ക്രിപ്റ്റ് നെക്സ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ചേഞ്ച് മാത്രം ഞാൻ അവിടെ എഴുതി വയ്ക്കും. ഞാൻ ഇങ്ങനെ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മാത്രം ഞാൻ അവിടെ എഴുതി വയ്ക്കണം. അപ്പോൾ എന്താ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഫയൽ നമ്മൾ കോപ്പി ചെയ്ത് വെക്കുന്നില്ല. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഗിറ്റ് വർക്ക് ചെയ്യുന്നത് വെച്ചോ. ഇപ്പോൾ നമ്മൾ വർക്കിംഗ് ഡയറക്ടറിയിൽ നമ്മൾ ഫയൽസ് എഡിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേജിങ് ഏരിയയിൽ ഫയൽ മാറ്റി വയ്ക്കുന്നു, മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഫയലിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയെന്നുള്ളതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് എടുക്കും, ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ. ഓക്കെ, ആ ഫയൽസിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ എടുത്ത് വയ്ക്കും. അതായത് ഇപ്പോൾ ഈ ഫയൽ കൂടി ഉണ്ട്, ഞാൻ എന്ത് ചെയ്യും, ഈ ഫയൽ സേവ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫയലിൻ്റെ ഒരു
ഫോട്ടോ എടുത്ത് വയ്ക്കും. ഞാൻ ഈ ഫയലിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പം എന്നിട്ട് പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കി സേവ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഞാൻ ചുമ്മാ അതിന് പേര് കൊടുക്കുകയാണ്, ക്രിയേറ്റഡ് എ ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആ ഫയലിൻ്റെ ഒരു സ്നാപ്ഷോട്ട് എടുത്ത് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചേഞ്ചുകൾ ചെയ്യണം ഇവിടെ. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറേ ചേഞ്ചസ് വരുത്തി. അപ്പം ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ അടുത്തൊരു സ്നാപ്ഷോട്ട് എടുത്ത് വയ്ക്കും. ഞാൻ ഫയൽ മൊത്തമായിട്ട് സേവ് ചെയ്യുന്നില്ല, ഇതൊരു സ്നാപ്ഷോട്ട് പോലെ ഞാൻ അടുത്തൊരു സ്നാപ്ഷോട്ട് എടുത്ത് വെച്ചു. ഇപ്പോൾ എനിക്ക് ഭാവിയിൽ ഈ ഫയലിൻ്റെ എന്തൊക്കെ ചേഞ്ചസ് വരുന്നത് നോക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് സുഖമല്ലേ, എനിക്ക് പോയിട്ട് എന്ത് ചെയ്യാം, തുറക്കാം, അതിൽ പോയിട്ട് നമ്മുടെ ഓരോ സ്നാപ്ഷോട്ട് തുറന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫയൽ ഏതൊരു നമ്മുടെ ഫയലിലെ ചേഞ്ചുകൾ എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓരോ സ്നാപ്ഷോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വന്ന സ്നാപ്ഷോട്ടിട്ട് നമ്മൾ അവസാനം ചെയ്ത ചേഞ്ചുകൾ, അതിന് മുമ്പത്തെ ചേഞ്ച് നോക്കിയാൽ നമ്മൾ ആ സ്നാപ്ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചേഞ്ച് ഉണ്ടായിരുന്നുള്ളത് നമുക്ക് ഓരോ ഫോട്ടോ ആയിട്ട് ഓരോ സ്നാപ്ഷോട്ടായിട്ട് നമുക്ക് പിന്നെ പോയി ബാക്കിൽ പോയി കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ആ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് ആ ഒരു ഫയലിനെ ഒരുക്കി നിർത്തുന്ന ഒരു സ്ഥലമാണെന്ന് ചോദിച്ചോ, സ്റ്റേജിങ് ഏരിയ. നമ്മൾ വർക്കിംഗ് ഡയറക്ടറിയിൽ നിന്ന് ഒരു ഫയൽ എടുക്കും, ആ ഫയലിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റേജിങ് ഏരിയയിൽ റെഡി ആയിട്ട് നിർത്തും. നമ്മൾ ഒരു ഫോട്ടോ എടുക്കും, ആ ഫോട്ടോ നമ്മൾ സേവ് ചെയ്ത് വെക്കും. ആ ഫോട്ടോ സേവ് ചെയ്യുന്നതാണ് കമ്മിറ്റ്. ആ ഫോട്ടോ നമ്മൾ സേവ് ചെയ്ത് വെക്കലാണ് ഇവിടെ കമ്മിറ്റ് എന്ന് പറയുന്നത്. ആ ഫോട്ടോനെ ലൈക്ക് ആ ഒരു ഫയലിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ റെഡിയാക്കി നിർത്തുന്നതാണ് സ്റ്റേജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിളായിട്ട് ഇത് കാണിച്ചു തരുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുമായിരിക്കും. ഞാൻ എന്തായാലും അടുത്ത ഇതിലേക്ക് പോവാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിത് അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പോൾ ഗിറ്റ് ഉപയോഗിക്കുന്ന കമ്പനികളാണ് എല്ലാ കമ്പനികളും, ഞാൻ പറഞ്ഞില്ല 95% സോഫ്റ്റ്വെയർ കമ്പനിയിലും ഗിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ വർക്ക് ചെയ്ത 4 കമ്പനിയിലും അവർ ഡിഫോൾട്ടായിട്ട് ഉപയോഗിക്കുന്ന ടൂള് ഗിറ്റാണ്. ഓക്കെ, ഞാൻ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യലോ എല്ലാ ഇത് വർക്ക് ചെയ്യുമ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്ന ടൂള് ഗിറ്റാണ്. ഗിറ്റ് എന്ന് വെച്ചാൽ ഗിറ്റ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു അത്യാവശ്യം ഒരു ടൂളാണ് ബേസിക്കലി പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഗിറ്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒന്നുമില്ല, വിൻഡോസ് ഉപയോഗിക്കുന്നവർക്ക് ഞാൻ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹൗ ടു ഇൻസ്റ്റാൾ ഗിറ്റ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ വിൻഡോസിൽ സെർച്ച് ചെയ്യാം. ഓക്കെ, വെബ്സൈറ്റ് പോകും, gitscm.com/download എന്ന വെബ്സൈറ്റിൽ പോകും. ഇവിടെ വിൻഡോസിന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് സെറ്റപ്പ് ഡൗൺലോഡ് ആകും. ആ ഒരു ഫയൽ റൺ ചെയ്താൽ മാത്രം മതി. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ചെയ്യാം, വിൻഡോസിൽ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഇടാം. ഓക്കെ, ഇപ്പം ഞങ്ങൾക്ക് തോന്നുന്ന എല്ലാവരും WSലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ WSലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് WSൽ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്, അപ്പോൾ WSൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ, ഇപ്പോൾ ലിനക്സിൽ എങ്ങനെയാണ് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ലിനക്സ് എൻവയോൺമെൻറ്റ് നമ്മുടെ WSL എങ്ങനെ ലിനക്സ് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും WSL ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ലിനക്സ് ആയ കാരണം വിൻഡോസിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് മാത്രം ഞാൻ കാണിക്കാം. നമ്മുടെ സ്റ്റാർട്ട് മെനു തുറക്കുക. സ്റ്റാർട്ട് മെനുവിൽ ചുമ്മാ WSL എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉബുണ്ടു എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ ഉബുണ്ടുവിൻ്റെ ഐക്കൺ, ഇതുപോലത്തെ ഒരു ഉബുണ്ടുവിൻ്റെ ഐക്കൺ കാണും. ആ ഒരു ആപ്ലിക്കേഷൻ തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക്
ഓൾമോസ്റ്റ് ഇതുപോലൊരു ടെർമിനൽ കിട്ടും. നിങ്ങളുടെ യൂസർ കമ്പ്യൂട്ടറിൻ്റെ പേരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു ടെർമിനൽ ഒരെണ്ണം കിട്ടും. ഓക്കെ, ആ ഒരു ടെർമിനലാണ് ഞാൻ ഉബുണ്ടുവിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. എൻ്റെ ഉബുണ്ടുവിൽ, എൻ്റെ ഓപ്പറേഷൻ സിസ്റ്റത്തിൽ ഞാൻ തുറന്നു വെച്ചിരുന്നത് ആ ഒരു ടെർമിനലാണ്. ഇവിടെ നിങ്ങൾ ഒരു കമാൻഡ് മാത്രം റൺ ചെയ്താൽ മതി. sudo apt get install git all. ഓക്കെ, ഇതാണ് കമാൻഡ്. ഈ ഒരു കമാൻഡ് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചാറ്റിൽ അതിടാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാനിതൊന്ന് പോസ്റ്റ് ചെയ്യാം. അതും ഓക്കെ, ആ ഒരു കമാൻഡ് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റും അതിൻ്റെ പാസ്വേഡ് ഓക്കെ കൊടുക്കുമ്പോൾ പാസ്വേഡ് അടിക്കാൻ പറയും. ആ പാസ്വേഡ് അടിക്കുക. ഇപ്പോൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ യെസ് കൊടുക്കാൻ പറയും. യെസ് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുവരെ ഞാൻ നോ കൊടുക്കണം. അപ്പോൾ ഈ ഒരു കമാൻഡ് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിറ്റും അതിൻ്റെ എല്ലാ ഇതും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആയിരിക്കും, എല്ലാ ഡിപ്പെൻഡൻസി ഇൻസ്റ്റാൾ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഗിറ്റ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഗിറ്റ് -- വേർഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഗിറ്റിൻ്റെ കറണ്ട് വേർഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഗിറ്റ് ഇല്ലയെന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഗിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കമാൻഡ് ഗിറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എറർ വരും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമാൻഡ് റൺ ചെയ്തിട്ട് ആ ഗിറ്റ് apt get install ഗിറ്റ് ഓൾ കൊടുത്തിട്ട് നിങ്ങൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, നമുക്ക് ഗിറ്റ് ഇൻസ്റ്റാളായി, അതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്തൊരു ചെയ്യേണ്ടത്? ഫസ്റ്റ് കുറച്ച് കോൺഫിഗറേഷൻ ചെയ്യാനുണ്ട് ഗിറ്റിൽ. നമുക്ക് എന്തിട്ടാന്ന് നോക്കാം. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? हुआ ഓക്കെ, ഞാൻ WSL റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അഖില കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് ഗിറ്റിന് കുറച്ച് കോൺഫിഗറേഷൻ ചെയ്യാനുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ഗിറ്റ് ഉപയോഗിക്കുന്നത് ഒരു കുറേ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിൽ, അതായത് ഒരു വലിയ വലിയ കമ്പനികളിലാണ് ഗിറ്റ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് വലിയ വലിയ കമ്പനികളിൽ മാത്രമല്ല, എല്ലായിടത്തും ഗിറ്റ് ഉപയോഗിക്കലൊരു നല്ല പ്രാക്ടീസാണ് മൊത്തത്തിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ വേർഷൻസ് നമുക്ക് ട്രാക്ക് ചെയ്യാനും അത് ഇത് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ് ഗിറ്റ്. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ബെറ്ററാണ്. അപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് വലിയ കമ്പനികളിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഓരോ ചേഞ്ചസും ചെയ്തത് ആരാന്ന് നമുക്ക് ട്രാക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മുടെ അതായത് നമുക്ക് ഒരാൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബെസ്റ്റ് എന്നിട്ട് ഇമെയിൽ അഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് ഗിറ്റിന് പറഞ്ഞു നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇതാണെന്ന് നമുക്ക് ഗിറ്റിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതൊന്ന് കോൺഫിഗർ ചെയ്യണം ഫസ്റ്റ്. അപ്പോൾ അതിന് കുറച്ച് കമാൻഡ് ഉണ്ട്. നോക്കണമെന്നുണ്ടെങ്കിൽ ഗിറ്റ് കോൺഫിഗറേഷൻ, ഇത് ഗ്ലോബൽ കോൺഫിഗറേഷൻ എന്ന് പറയുക. നമുക്ക് നമ്മുടെ മൊത്തം കമ്പ്യൂട്ടറിൽ നമ്മൾ എവിടെ ഗിറ്റ് ഉപയോഗിച്ചാലും നമുക്ക് നമ്മുടെ പേര് തന്നെയാണ്, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഓരോ നമുക്ക് മൊത്തമായിട്ട് അത് കോൺഫിഗർ ചെയ്യണം. അപ്പോൾ അതിന് ഗ്ലോബൽ, പിന്നെ നമ്മുടെ യൂസർ ഡോട്ട് നെയിം, നമ്മുടെ പേര്, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, നമുക്കിതും രണ്ട് കാര്യം കോൺഫിഗർ ചെയ്യണം. ഓക്കെ, ഞാനത് കോൺഫിഗർ ചെയ്യണേ. ഗിറ്റ് കോൺഫിഗ്, ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്ത് തരാം ഈ രണ്ട് കമാൻഡ്. ഞാൻ കമാൻഡ് പേസ്റ്റ് ചെയ്യായിരുന്നു. ഓക്കെ, ഞാൻ രണ്ട് കമാൻഡ് ഞാൻ ഇതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഗ്രൂപ്പിലും പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഗിറ്റ് കോൺഫിഗ്, നമുക്ക് ഗ്ലോബലായ കാരണം ഗ്ലോബലിൽ യൂസർ ഡോട്ട് നെയിം, ഞാൻ എൻ്റെ പേര് എടുക്കണം, നിജീഷ് റോഷി. ഇത് ആയി. ഇനി അടുത്തത് നമ്മുടെ എൻ്റെ ഇമെയിൽ അഡ്രസ്സ്, ഇമെയിൽ കൊടുത്ത് ഓക്കെ, അത് രണ്ടും കോൺഫിഗർ ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മനസ്സിലായില്ല ചോദ്യം. ഈ കമാൻഡ്സ് അങ്ങനെ ഒരു പാത്തിൽ റൺ ചെയ്യണം നിർബന്ധമില്ല. ഇത് നമ്മുടെ ഗ്ലോബൽ കോൺഫിഗറേഷൻ ആണ്, അതുകൊണ്ട് നമുക്ക് ഏത് ഡയറക്ടറി വേണം റൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ ഡയറക്ടറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ലിനക്സ് കമാൻഡ്സ് mkdir മേക്ക് ഡയറക്ടറി എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ഡയറക്ടറി ഉണ്ടാക്കാം. mk മേക്ക് ഡയറക്ടറി എന്നിട്ട് ആ ഡയറക്ടറിയുടെ പേര്, ഇപ്പോൾ നിജീഷ് എന്നുണ്ടെങ്കിൽ നിജീഷ് എന്നുള്ള ഡയറക്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, mkdir നിജീഷ് അടിക്കുന്നുണ്ടെങ്കിൽ നിജീഷ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറി ക്രിയേറ്റ് ആവും. ആ ഡയറക്ടറിയുടെ അകത്തേക്ക് പോകാൻ വേണ്ടി cd ചേഞ്ച് ഡയറക്ടറി, cd നിജീഷ് കൊടുത്തുണ്ടെങ്കിൽ അകത്തേക്ക് പോകും. തിരിച്ച് പിന്നേക്ക് വരാൻ വേണ്ടി cd ഡോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലേക്ക് വരും, മുമ്പത്തെ ഡയറക്ടറിക്ക് വരും. ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോജക്റ്റിനകത്തായിരുന്നു, cd കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രോജക്റ്റ് /നിജീഷായി. അത് കഴിഞ്ഞപ്പോൾ cd ഡോട്ട് കൊടുത്തപ്പോൾ ഞാൻ തിരിച്ച് ബാക്കിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും നെയിമും എല്ലാവരും കൊടുത്തു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത കമാൻഡ് എന്ന് വെച്ചത്, നമ്മൾ ഓൾറെഡി എല്ലാവരും വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ അല്ലേ. അപ്പോൾ
അതിൻ്റെ അടുത്തെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ഡിഫോൾട്ട് ഗിറ്റിൻ്റെ കോഡ് എഡിറ്റർ വിഷ്വൽ സ്റ്റുഡിയോ കോഡാക്കിയിട്ട് മാറ്റാൻ പോകണം. ഓക്കെ, അതിനൊരു കമാൻഡ് ഉണ്ട്, അത് ഞാൻ ഇതിനകത്ത് ഇട്ട് തരാം. അത് ഞാൻ നമ്മുടെ ചാറ്റിനകത്ത് ഇട്ട് തരാം. ഈ കമാൻഡ്സൊക്കെ നിങ്ങൾ കണ്ട് പേടിക്കണ്ട. നിങ്ങൾ ഇത് ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഇത് റൺ ചെയ്താൽ മതി. അല്ലാണ്ട് പിന്നെ ഇത് ഫസ്റ്റ് ഒരു പ്രാവശ്യം കോൺഫിഗറേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. നമ്മൾ ആകെ ഒറ്റ പ്രാവശ്യം മാത്രമേ ഈ കോൺഫിഗറേഷൻസ് ഒക്കെ ചെയ്യുള്ളൂ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എല്ലാം സ്റ്റെപ്പും ഓരോന്ന് വാക്ക് ത്രൂ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഗിറ്റ് കോൺഫിഗ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാം സെയിം തന്നെ. ഗ്ലോബൽ ഇവിടെ ജസ്റ്റ് കോർ ഡോട്ട് എഡിറ്റർ ഈക്വൽ ടു കോഡ് വെയിറ്റ് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമുക്ക് ഗിറ്റിൻ്റെ ഡിഫോൾട്ട് എഡിറ്ററായിട്ട് മാറും. നമുക്കറിയാലോ, കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡെല്ലാം ഓപ്പൺ ആവാം. അപ്പോൾ അതാണിത്. ജസ്റ്റ് ആ കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡിഫോൾട്ട് എഡിറ്റർ വിഷ്വൽ സ്റ്റുഡിയോ കോഡായിട്ട് മാറും. ഓക്കെ, ഇത്രയും എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ സമയം വേണോ ചെയ്യാൻ? ഓക്കെ, ഞാൻ അടുത്ത സ്റ്റെപ്സ് പോയിക്കോട്ടെ. എല്ലാവർക്കും ഓക്കെ അല്ലേ? അങ്ങനെ ഒന്നും വരില്ല. ജസ്റ്റ് കോഡിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അടുത്ത ലൈനിക്ക് വരുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും കാണിക്കില്ല നമുക്ക്. നമ്മുടെ ഈ എല്ലാ കോൺഫിഗ് കമാൻഡ്സിലും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഔട്ട്പുട്ട് ഒന്നും വരില്ല. നമ്മൾ എന്ത് കൊടുത്താലും ജസ്റ്റ് അടുത്ത ലൈനിലേക്ക് വരുള്ളൂ. ഓക്കെ, നമ്മുടെ 3 കോൺഫിഗ് കമാൻഡ്സ് അങ്ങനെയാണ്. ഓക്കെ, തോന്നണം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നണം. ഇനിയൊന്നും നമുക്കിനി നമ്മുടെ കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വേർഷൻ കൺട്രോൾ സിസ്റ്റം നമുക്ക് സെറ്റപ്പ് ചെയ്യണം. അതായത് ഞാനൊരു പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുതിയ പ്രോജക്റ്റ് ഡയറക്റ്റ് നേരത്തെ ഉണ്ടാക്കിയാണ്. ഞാൻ പ്രോജക്റ്റിനകത്തേക്ക് പോവാം. CD പ്രോജക്റ്റ്. അപ്പോൾ ഞാൻ അതിനകത്ത് LS കൊടുത്ത അതിനകത്ത് ഫയൽസൊക്കെ ലിസ്റ്റ് ആവും. LS കൊടുത്ത് നോക്കിയപ്പോൾ ഇത് കുറേ ഫയൽസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് നമ്മുടെ വേർഷൻ കൺട്രോൾ സിസ്റ്റം നമുക്ക് സെറ്റപ്പ് ചെയ്യണം. ഫയൽസൊക്കെ ഡെലിറ്റ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് തുടങ്ങാം. അപ്പോൾ അതിനുള്ള കമാൻഡ് ഗിറ്റ് ഇനിറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഇപ്പോൾ കമാൻഡ് ലൈൻ ഉപയോഗിച്ചിട്ടാണ് ഗിറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ കമാൻഡ് ലൈൻ ഉപയോഗിക്കേണ്ട അല്ലാണ്ടും ഗിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കൂടുതൽ കമാൻഡ് ലൈൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമാൻഡൊക്കെ ഒന്ന് പരിചയമാവാനും ഈ കമാൻഡൊക്കെ എങ്ങനെയാണ് ഇൻറ്റേർണലായിട്ട് വർക്ക് ആവുന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടാനും കൂടി വേണ്ടിയാണ് നമ്മൾ ഫുള്ള് കമാൻഡ്സ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കമാൻഡൊക്കെ നമുക്ക് കുറച്ച് ഫെമിലിയർ ആയതിനു ശേഷം നമുക്ക് കമാൻഡ് ഉപയോഗിക്കേണ്ട എങ്ങനെ ഇതൊക്കെ ചെയ്യാമെന്നുള്ളതിന് ഞാൻ പറയാം. ഞാൻ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ ഈ ഗിറ്റിൻ്റെ എല്ലാ കമാൻഡ്സും കൂടി ചേർത്തിട്ട് ഒരു ചീറ്റ് ഷീറ്റ് പോലെ ഓരോ കമാൻഡും ആ കമാൻഡ് എന്തിട്ടൊക്കെ ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഫയൽ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ എനിക്ക് ഷെയർ ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ എല്ലാവർക്കും. ഓക്കെ, ഇപ്പോൾ ഗിറ്റ് ഇനിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു മെസ്സേജ് എഴുതി കാണിച്ചിട്ടുണ്ട് അവിടെ. ഇനീഷ്യലൈസ് എംപ്റ്റി ഗിറ്റ് റെപ്പോസിറ്ററി. നമ്മുടെ ഏത് ഫോൾഡറാണോ ആ ഫോൾഡറിനകത്ത് ഒരു എംപ്റ്റി ഗിറ്റ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ആയിട്ടുണ്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ റെപ്പോസിറ്ററി എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോജക്റ്റ് ഉണ്ടാക്കിയ ഫയലും ആ ഫയലിനകത്തുള്ള സോഴ്സ് കോഡും അല്ലെങ്കിൽ ഡാറ്റയൊക്കെ പാടി ചേർന്നിട്ട് ചേർന്നത് നമ്മൾ പറയുന്ന പേരാണ് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫുൾ അങ്ങനെയല്ല. ആ ഒരു ഫോൾഡറും, അതായത് ഇപ്പോൾ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് ഞാൻ
നമ്മുടെ ഗിറ്റ് റിപ്പോസിറ്ററി തുടങ്ങിയത്. ഗിറ്റ് ഇനിറ്റ്, അതായത് ഇനീഷ്യലൈസ് ഗിറ്റ് റിപ്പോസിറ്ററി, അതാണ് എൻ്റെ മീനിങ്. അപ്പോൾ ഞാൻ ഇനീഷ്യലൈസ് ചെയ്തതെന്ന് പറയുന്നത് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്താണ്. ഓക്കെ, അപ്പോൾ പ്രോജക്റ്റും ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറും അതിനകത്തുള്ള എല്ലാ ഫയൽസിനെയും കൂടി ചേർത്തിട്ട് നമുക്ക് പറയുന്നത് പേരാണ് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കുകയാണ്. ഞാൻ ഇവിടെ പുതിയൊരു ഫയൽ ആഡ് ചെയ്യണം. നമ്മൾ റെപ്പോസിറ്ററി ഇനീഷ്യലൈസ് ചെയ്തു, നമ്മൾ ഓൺ ചെയ്തില്ല. ഞാൻ ചുമ്മാ index.html എന്ന് പറഞ്ഞിട്ട് ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫയൽ ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റെപ്പോസിറ്ററിയിൽ നമ്മൾ പുതിയൊരു ഫയൽ ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫയൽ നമ്മുടെ വേർഷൻ കൺട്രോൾ സിസ്റ്റം എടുത്തോന്ന് അറിയേണ്ടത് നമുക്ക്. അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടറിയിൽ നമ്മൾ എന്ത് മാറ്റം വരുത്തിയിട്ടുള്ളത്. നമ്മുടെ റെപ്പോസിറ്ററിക്കകത്ത് നമ്മൾ പുതിയൊരു ഫയൽ ആഡ് ചെയ്തു, അതൊരു മാറ്റമാണല്ലോ, പുതിയൊരു ചേഞ്ച് ആണല്ലോ. അപ്പോൾ നമ്മുടെ റെപ്പോസിറ്ററി ഒന്ന് ചേഞ്ചായി, എന്തെങ്കിലും ഒരു മാറ്റം വന്നു. അപ്പോൾ അത് എന്ത് മാറ്റം വന്നു റെപ്പോസിറ്ററിയിൽ. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പോൾ ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ മെസ്സേജസ് എഴുതി കാണിക്കും. അപ്പോൾ ഇതിൽ നോക്കാമെന്ന് വിചാരിച്ചു. ഓൺ ബ്രാഞ്ച് മാസ്റ്റർ അതെന്താണെന്ന് നമുക്ക് പിന്നെ പറയാം. നോ കമ്മിറ്റ് സെറ്റ് അതെന്താ? ഞാൻ നേരത്തെ കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിട്ട് പറഞ്ഞു നേരത്തെ, നമ്മുടെ ഓരോ റെപ്പോസിറ്ററിൻ്റെയും നമ്മൾ ഓരോ സ്നാപ്ഷോട്ട് എടുക്കുമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ അങ്ങനെ ഒരു സ്നാപ്ഷോട്ട് ഇത് എടുത്തിട്ടില്ല, നമ്മൾ ഫയൽ ആഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഒരു വർക്കിംഗ് ഡയറക്ടറിയിൽ നമ്മൾ പുതിയൊരു ഫയൽ പറഞ്ഞ് ആഡ് ചെയ്തു. ഇനി ആ ഫയൽ നമ്മൾ സ്റ്റേജ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആ ഫയൽ കമ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കമ്മിറ്റ് ആവുള്ളൂ. ഫയൽ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വർക്കിംഗ് ഡയറക്ടറിയിൽ ഫയൽ ആഡ് ചെയ്യൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനിവിടെ നോ കമ്മിറ്റ് സെറ്റ് എന്ന് പറഞ്ഞ് കാണിക്കാറ്. അൺട്രാക്ഡ് ഫയൽസ്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു ഫയൽ ആഡ് ചെയ്തു, index.html എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ പറഞ്ഞാൽ ആഡ് ചെയ്തു. പക്ഷേ നമ്മൾ ഇതുവരെ ഗിറ്റിൻ്റെ അടുത്ത് പറഞ്ഞില്ല നമുക്ക് ഈ ഫയൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫയലാണ്, എനിക്ക് ഈ ഫയലിൻ്റെ മുകളിൽ എനിക്ക് വേർഷൻ കൺട്രോൾ വേണമെന്ന് ഞാൻ ഗിറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാനിവിടെ കുറേ ഫയൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ index.html പറഞ്ഞാലൊരു to do എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ഇതൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അടുത്തത് ക്രിയേറ്റ് HTML കോഡ്. ഇപ്പോൾ ഇതൊക്കെ എനിക്ക് വെറുതെ ഞാൻ നോട്ട്സ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ഫയലാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഫയൽ എനിക്ക് വേർഷൻ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് എന്താ ടു ഡു വേർഷൻ 1 ടു ഡു കോപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ചെയ്യില്ലല്ലോ. എനിക്ക് ജസ്റ്റ് എനിക്ക് ഇത് മാത്രം എനിക്ക് ട്രാക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഗിറ്റിൻ്റെ അടുത്ത് പറയണം എനിക്ക് ഈ ഫയൽ ഇമ്പോർട്ടൻറ്റ് ഫയലാണ്, ഈ ഫയലിനെ ഗിറ്റ് ട്രാക്ക് ചെയ്ത് തുടങ്ങാൻ പറയണം. ഓക്കെ, ഗിറ്റ് നമ്മുടെ ഈ ഫയലിൻ്റെ മുകളിൽ എനിക്ക് വേർഷൻ കൺട്രോൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗിറ്റിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ നമ്മൾ റെപ്പോസിറ്ററിക്കകത്ത് ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കാനുള്ള കമാൻഡ്സ് എന്തിട്ടാണ് ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെപ്പോസിറ്ററിക്കകത്ത് എന്തൊക്കെ ചേഞ്ച് ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റൂല. ഓക്കെ, ആ കമാൻഡാണ്. അതിൽ ആ കമാൻഡ് ഒന്ന് എല്ലാത്തിലും പേസ്റ്റ് കേട്ടോ, ഗിറ്റ് സ്റ്റാറ്റസ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയണത് എനിക്ക് ഈ ഫയൽ എൻ്റെ വേർഷൻ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിനുള്ള കമാൻഡാണ് ഗിറ്റ് ആഡ്, എന്നിട്ട് ആ ഫയലിൻ്റെ പേര് index.html. ഓക്കെ, ഞാനപ്പോൾ ആ ഫയൽ ഗിറ്റ് റെപ്പോസിറ്ററിക്ക് ആഡ് ചെയ്തു. ഇപ്പം ഞാൻ ഒന്നും കൂടി സ്റ്റാറ്റസ് എടുത്ത് നോക്കട്ടെ. റെപ്പോസിറ്ററിയിൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ നമുക്ക് മറക്കാം. ബാക്കിയുള്ളത് നമ്മൾ കമ്മിറ്റ് ചെയ്യാത്തതായിരുന്നു, നമുക്ക് കമ്മിറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ചേഞ്ചസ് ടു ബി കമ്മിറ്റഡ്, അതായത് നമ്മുടെ ഫയൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണേ, ഓക്കെ ഇപ്പോൾ അതായത് നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ നമ്മളെ ഓക്കെ ചെയ്യാം.
ഓക്കെ, ഈ കമൻറ്റ് ഞാൻ പറയാൻ എന്ത് സംഭവം എന്നുള്ളത് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യുന്ന ഫയല്. ഓക്കെ, ഞാനിപ്പോൾ ഒന്നുമില്ല, ഞാനിപ്പോൾ പുതിയൊരു ഫോൾഡർ, ഒരു ഫയൽ വരണം ഗിറ്റിൽ ക്രിയേറ്റ് ചെയ്തു. ഇപ്പം ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കൊടുക്കുമ്പോൾ എന്താ വരുന്നത്, ഞാൻ ഇതുവരെ കമ്മിറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല, ഞാനൊരു പുതിയൊരു ഫയൽ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫയൽ ഗിറ്റ് വേർഷൻ കൺട്രോൾ മൈൻഡേ ചെയ്യുന്നില്ല. ഈ ഫയലിൻ്റെ മുകളിൽ വേർഷൻ കൺട്രോൾ സിസ്റ്റം വേർഷൻ കൺട്രോളേ ഇല്ല, അതിന് അൺട്രാക്ക്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഫയൽ പറയാം, ഞാൻ ഗിറ്റിൻ്റെ അടുത്ത് പറയാം, എനിക്ക് ഈ ഫയലിൻ്റെ മുകളിൽ എനിക്ക് വേർഷൻ കൺട്രോൾ വേണം, ഈ ഫയൽ എന്തൊക്കെ ചേഞ്ച് വരുന്നുള്ളത് നീ ട്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഗിറ്റിൻ്റെ അടുത്ത് ഞാൻ പറയണം. അപ്പോൾ അതിനുള്ള കമാൻഡാണ് ഗിറ്റ് ആഡ് ആ ഫയലിൻ്റെ പേര്, ഗിറ്റ് ആഡ് ആ ഫയലിൻ്റെ പേര് എന്നിട്ടാ നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട ഫയലിൻ്റെ പേര് എന്നിട്ടാ index.html. അപ്പോൾ ആ ഫയലിൻ്റെ പേര് ഞാൻ അവിടെ കൊടുക്കണം. ഇനി എൻ്റർ കൊടുക്കണം. കൊടുക്കുമ്പോൾ നമുക്കൊന്നും സംഭവിച്ചില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് നോക്കാം. ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കുമ്പോൾ എന്തോന്നിരിക്കണേ, ഇത് മറക്കാം, നമ്മളൊരു കമ്മിറ്റ് ചെയ്യാത്തരം കമ്മിറ്റൊന്നും വന്നിട്ടില്ല, ചേഞ്ചസ് ടു ബി കമ്മിറ്റഡ്. അപ്പോൾ നമ്മൾ ഈ ഫയല് നമ്മൾ എവിടേക്ക് മാറ്റി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് ഡയറക്ടറിയിൽ നിന്ന് ഫോട്ടോ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റേജിങ് ഡയറക്ടറിക്ക് മാറ്റി, അതായത് സ്നാപ്ഷോട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റേജിലേക്ക് മാറ്റി. ഓക്കെ, നോക്കണമെന്നുണ്ടെങ്കിൽ ഫയൽ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. എന്താ മാറ്റം വന്നിരിക്കുന്നത്, ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫയലിൻ്റെ പേര് index.html. ഓക്കെ, ഇനി നമ്മൾ ഈ ഫയൽ എന്ത് ചെയ്യണം, കമ്മിറ്റ് ചെയ്യണം. കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള കമാൻഡാണ് ഗിറ്റ് കമ്മിറ്റ്. കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ് ഗിറ്റ് കമ്മിറ്റ്. അപ്പോൾ നമ്മൾ ഗിറ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണേ, നമ്മുടെ VS കോഡ് തുറന്നു വന്നു. നമ്മൾ ഇങ്ങനെ VS കോഡ് തുറന്നു വരാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ ആ editor.global കോൺഫിഗറേഷനിൽ നമ്മൾ VS code.code-weight കൊടുത്തില്ലേ, അത് VS കോഡ് ഇങ്ങനെ തുറന്നു വരാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്കൊരു മെസ്സേജ് അടിക്കണം. മെസ്സേജ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് മാറ്റമാണ് വരുത്തിയത്, നമ്മൾ എന്തിനാണ് സ്നാപ്ഷോട്ട് എടുത്ത് വയ്ക്കുന്നത്. നമ്മൾ എപ്പോഴെപ്പോഴും ഫോട്ടോ എടുത്ത് വയ്ക്കില്ല ഫയലിൻ്റെ. നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചേഞ്ചാണ് വന്നതെന്ന് നമുക്ക് പിന്നെ മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ സ്നാപ്ഷോട്ട് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു എന്താ പറയുക, കുറച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ടൊരു മെസ്സേജ് കൊടുക്കണം. ഞാൻ ടൈപ്പ് ചെയ്യാണ് ന്യൂ HTML ഫയൽ ആഡ് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് കൊടുത്തു. ഞാൻ ഈ ഫയൽ ഇവിടെ ക്ലോസ് ചെയ്യണേ. നമ്മൾ ടെർമിനലിൽ തിരിച്ച് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ എന്താ, വൺ ഫയൽ ചേഞ്ച്ഡ് ക്രിയേറ്റ് മോഡ് index.html എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഫയൽ വരുന്നത് ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ ഫയൽ സ്റ്റേജിങ്ങും കമ്മിറ്റും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, ഓക്കെ. അതായത് ഞാൻ നേരത്തെ ഫസ്റ്റ് എക്സാമ്പിൾ കാണിച്ച് മനസ്സിലായില്ല, ഞാൻ ആ 2 ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അല്ലേ? ഓക്കെ, ഇപ്പോൾ അത് ഞാൻ ഈ ഭാഗം മനസ്സിലാൻ വേണ്ടി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പോൾ അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഓക്കെ, അതായത് എൻ്റെ സെർവറിൽ ഒരു സെർവറുണ്ട്, എനിക്ക് സെർവറിനകത്ത് ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു പുതിയ ഡെവലപ്പറാണ്
അഖില എന്ന് വിചാരിച്ചോ. ഇപ്പോൾ അഖില വന്നിട്ട് എന്തൊരു ചെയ്യാം, ഓക്കെ. ഇത് ആക്ച്വലി ഇത് എക്സ്പ്ലെയിൻ ചെയ്യണ്ട, എനിക്ക് തോന്നുന്നത് ഞാൻ മറ്റേത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഓട്ടോമാറ്റിക് മനസ്സിലാവും തോന്നണം. ഓക്കെ, ഇതൊക്കെ മനസ്സിലായല്ലോ, ഞാനിപ്പോൾ പറഞ്ഞു കമ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെ ആഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, അത് നമുക്ക് അവിടെ നിന്ന് അത് ഞാൻ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഓക്കെ ഓക്കെ ഞാൻ കമ്മിറ്റ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കമ്മിറ്റ് ഇനി അടുത്ത പ്രാവശ്യം ഈ ഫയൽ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് നമുക്ക് ഒന്നുകൂടി കമ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു പുതിയ ഫയൽ ഉണ്ടാക്കി, ഞാൻ ആ ഫയൽ സ്റ്റേജ് ചെയ്തു, അത് ഞാൻ ഗിറ്റ് ആഡ് കൊടുത്ത് സ്റ്റേജ് ചെയ്തു, എന്നിട്ട് ഞാൻ ആ ഫയൽ കമ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ മെസ്സേജ് കൊടുത്തു, ക്രിയേറ്റഡ് എ ന്യൂ ഫയൽ നോട്ട് ഞാൻ മെസ്സേജ് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് ഒന്നുകൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച മെസ്സേജ് ഒന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ എന്തിനു കാണിക്കാം, നേരത്തെ എന്താ കൊടുത്ത മെസ്സേജ് നമുക്ക് വന്നത്, ഓൺ ബ്രാഞ്ച് മാസ്റ്റർ നോ കമ്മിറ്റ് യെറ്റ് അൺട്രാക്ട് ഫയൽ index.html. ഓക്കെ, നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ എന്ത് വന്നിരിക്കുന്നത്, ഓൺ ബ്രാഞ്ച് മാസ്റ്റർ നത്തിങ് ടു കമ്മിറ്റ് വർക്കിംഗ് ട്രീ ക്ലീൻ എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് കമ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ റെപ്പോസിറ്ററിയിൽ യാതൊരുവിധ ചേഞ്ചുകളും വന്നിട്ടില്ല, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഞാൻ എന്തെങ്കിലും ചേഞ്ച് വരുത്താമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ HTML കണ്ടൻറ്റ് പേസ്റ്റ് ചെയ്തു ഇതിനകത്ത്. അതൊക്കെ ഒന്നുകൂടി ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് നോക്കാം എന്ത് വരുന്നുള്ളത്. ഇപ്പോൾ എന്ത് വന്നിരിക്കുന്നത്, നേരത്തെ നോക്കിയപ്പോൾ നമുക്ക് അൺട്രാക്ഡ് ഫയലായിട്ട് HTML കാണിച്ചു അല്ലേ. ഇപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഓൺ ബ്രാഞ്ച് മാസ്റ്റർ ചേഞ്ചസ് നോട്ട് സ്റ്റേജ് ഫോർ കമ്മിറ്റ്, index.html ചേഞ്ചസ് വന്നിട്ടുണ്ട്, പക്ഷേ ആ ചേഞ്ചസ് ഒന്നും നമുക്ക് കമ്മിറ്റ് ചെയ്തിട്ടില്ല. എന്ത് ചേഞ്ച് വന്നിരിക്കുന്നത്, നമുക്ക് ആഡ് ചെയ്ത പുതിയ കണ്ടൻറ്റൊക്കെ നമുക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട്, നമ്മളത് കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ചേഞ്ചസ് ഉണ്ടെന്ന് അറിയാം, നമുക്ക് കുറേ ചേഞ്ചസ് ഉണ്ടെന്ന് മനസ്സിലായി. നമുക്ക് എന്ത് ചേഞ്ചസ് ഉള്ളതെന്ന് നോക്കണം. അപ്പോൾ അതിനൊരു കമാൻഡ് ഉണ്ട്, ഗിറ്റ് ഡിഫ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്. ഓക്കെ, നമുക്കിപ്പോൾ ആ കമാൻഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിട്ട് വരണേ, നമ്മൾ ആഡ് ചെയ്ത ചേഞ്ചസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ പ്ലസ് എന്നർത്ഥം നമ്മൾ കുറേ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പ്ലസിൻ്റെ അർത്ഥം. നമുക്ക് നമ്മൾ കുറേ index.html-നകത്ത് കുറേ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നിട്ട് കമ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഗിറ്റ് കമ്മിറ്റ് കൊടുക്കണം. അപ്പോൾ ഒരു എറർ വന്നു എനിക്ക്, ചേഞ്ചസ് നോട്ട് സ്റ്റേജ്ഡ് ഫോർ കമ്മിറ്റ്. അതായത് ഞാൻ മോഡിഫൈ ചെയ്തു, പക്ഷേ ഈ ഫയൽ ഞാൻ ഇതുവരെ സ്റ്റേജ് ചെയ്തില്ല. അപ്പോൾ ഈ ഫയൽ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫയൽ സ്റ്റേജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റേജ് ചെയ്യണേ, ഗിറ്റ് അതിനെ സ്റ്റേജ് ചെയ്യാൻ ഗിറ്റ് ആഡ് ഫയലിൻ്റെ നെയിം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് നോക്കാം. നിങ്ങൾ എല്ലാ പ്രാവശ്യം കമ്മിറ്റ് ചെയ്യുമ്പോഴും ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നിങ്ങൾക്ക് അത് മനസ്സിലാൻ വേണ്ടി ഗിറ്റ് സ്റ്റാറ്റസ് ഓരോ പ്രാവശ്യം അടിക്കണം. സ്റ്റാറ്റസ് അടിച്ചു, അപ്പോൾ ഓൺ ബ്രാഞ്ച് മാസ്റ്റർ ചേഞ്ചസ് ടു ബി കമ്മിറ്റഡ് index.html എന്നുള്ള ഫയലിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് കമ്മിറ്റ് ചെയ്ത് നോക്കാം, ഗിറ്റ് കമ്മിറ്റ്. ഓക്കെ, പക്ഷെ എല്ലാ പ്രാവശ്യവും നമ്മുടെ VS കോഡ് തുറന്ന് വന്നിട്ട് VS കോഡിൽ അടിക്കൽ ഇത്തിരി ചടങ്ങല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ആ ഒരു മെസ്സേജ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഗിറ്റ് കമ്മിറ്റ് നമുക്ക് കൊടുത്ത് എൻ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് VS കോഡ് തുറന്നു വരും. ആ VS കോഡിനകത്ത് നമ്മൾ മെസ്സേജ് അടിക്കണം അല്ലേ. അതിന് പകരം ഗിറ്റ് കമ്മിറ്റ് -m കൊടുത്തിട്ട് ഡബിൾ കോഡ്സ് ഓർക്കുക, ഡബിൾ കോഡ്സിനകത്ത് ആഡഡ് ഇനീഷ്യൽ HTML കോഡ് അടിച്ചിട്ട് എൻ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫയൽ ചേഞ്ചിൽ 12 ലൈൻസ് ആയിട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ട്. നോക്കണമെന്ന് 12 ലൈൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് 12 ലൈൻസ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, നമുക്ക് ഒന്നും കൂടി ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് നോക്കാം. അപ്പോൾ ഓൺ ബ്രാഞ്ച് മാസ്റ്റർ കമ്മിറ്റ് ചെയ്യാൻ ഒന്നും കമ്മിറ്റ് ചെയ്യാനില്ല. ഓക്കെ,
നമുക്ക് എന്തെങ്കിലും ഇവിടെ ചേഞ്ച് ചെയ്ത് നോക്കാം. അവിടെ നജീസ് എന്നുള്ളത് ടൈപ്പ് നജീസ് എന്നായിരിക്കും. ഇനി ഞാൻ പോയിട്ട് ഒന്നും കൂടി ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് നോക്കാം. നോക്കണമെന്നുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ ഇൻഡെക്സ് HTML എന്നുള്ള ഫയൽ മോഡിഫൈ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ചേഞ്ച് ടൈറ്റിൽ. ഒരു ഫയൽ ചേഞ്ച്, പക്ഷെ നമ്മൾ ആകെ ഒരു ലൈൻ മാത്രമേ നമ്മൾ എഡിറ്റ് ചെയ്തുള്ളൂ. പക്ഷെ ഇവിടെ എന്തിട്ടാണ് ഇരിക്കണേ, ഒരു ഇൻസർഷൻ ഒരു ഡെലിഷൻ. നമ്മൾ ഡെലിറ്റ് നമ്മൾ ആ ഒരു ഫയൽ നമ്മൾ എഡിറ്റല്ല ചെയ്ത, പിന്നെ എന്താ ഇവിടെ ഇൻസേർഷൻ ഡെലിഷൻ എന്നുകൊണ്ട് വരണേ. അപ്പം നമ്മൾ എങ്ങനെ ഗിറ്റ് എങ്ങനെ ഫയൽസ് നോക്കാമെന്ന് വെച്ചാൽ, ഞാൻ ഇത് മാറ്റിയിട്ട് ഹലോ എന്നാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സേവ് ചെയ്തിട്ട് ഞാൻ ഗിറ്റ് നമ്മൾ എന്താ ചേഞ്ചസ് നോക്കാനുള്ള കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഗിറ്റ് ഡിഫ് അല്ല ചേഞ്ചസ് പറഞ്ഞാൽ. ഇപ്പോൾ ഗിറ്റ് ഡിഫ് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഗിറ്റ് ഡിഫ് നോക്കുമ്പോൾ ഇവിടെ നിന്ന് കാണിച്ചിരിക്കുന്നത് ചോപ്പ നിറത്തിൽ നിജീഷ് ഉണ്ട്, അത് ഡിലീറ്റ് ചെയ്തിട്ട് ഹലോ എന്ന് മാറ്റിക്കാൻ. ഇവിടെ നിന്നുള്ളപ്പോൾ ഇവിടെ നിജീഷ് എന്നായിരുന്നു ഹലോ എന്നാക്കി മാറ്റിയിരിക്കണം. അപ്പം ബേസിക്കലി എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ, ഗിറ്റ് എങ്ങനെ ഫയൽസ് ട്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ, എങ്ങനെ ഞാൻ സ്നാപ്ഷോട്ട് എടുക്കുന്ന പറഞ്ഞില്ലേ, ഓരോ ഫയലിലും ഓരോ ചേഞ്ച് നമ്മൾ സ്നാപ്ഷോട്ട് എടുത്ത് വയ്ക്കുന്ന അറിയില്ലേ. ഗിറ്റ് എങ്ങനെ സ്നാപ്ഷോട്ട് എടുത്ത് വയ്ക്കുകയെന്ന് വെച്ചാൽ, ഈ ഫയലിലും ഈ അടുത്ത പ്രാവശ്യം നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്, ആ ഫയലിൽ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തിട്ടാ നോക്കുമ്പോൾ എന്തിട്ടാ നിജീഷ് എന്നുള്ളൊരു ആ ഒരു ലൈൻ ഡെലിറ്റ് ചെയ്തിട്ട് ആ ലൈനിന് പകരം ഹലോ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ലൈൻ ആഡ് ചെയ്തു. നമ്മൾ എഡിറ്റാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ എഡിറ്റ് ചെയ്ത് അവർ ട്രാക്ക് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു മൊത്തം ലൈൻ നമ്മൾ ഡെലിറ്റ് ചെയ്തിട്ട് പുതിയൊരു ലൈൻ ആഡ് ചെയ്ത പോലെ പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി നിജീഷ് എന്നുള്ളത് ഞാൻ ഫയലിങ് ഞാൻ ഈ ലൈനിങ് ഡെലിറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ ടൈറ്റിൽ ഹലോ എന്ന് പറഞ്ഞ് ഇട്ടു. ഓക്കെ, അപ്പോൾ അതേ കോൺസെപ്റ്റ് തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്താലും നമ്മൾ ഹാഫ് ലൈൻ ഡെലിറ്റ് ചെയ്തിട്ട് പുതിയ ലൈൻ ആഡ് ചെയ്താലും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഗിറ്റ് ട്രാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ലൈൻ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ലൈനെ എഡിറ്റ് ചെയ്തതിന് പകരം അവരെന്ത് വിചാരിക്കാം, നമ്മൾ ആ ഫയൽ ഡെലിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ലൈൻ ഡെലിറ്റ് ചെയ്തിട്ട് പുതിയൊരു ലൈൻ ആഡ് ചെയ്തെന്നുള്ള ഈ കോൺസെപ്റ്റിലാണ് ഗിറ്റ് ട്രാക്ക് ചെയ്യുക ഫയലുകൾ. ഇപ്പം ഞാൻ ഈ കമ്മിറ്റ് ചെയ്യില്ല, കമ്മിറ്റ് ചെയ്യുമ്പോൾ ഗിറ്റ് മെമ്മറിയിൽ എഴുതി വയ്ക്കുക, ഈ ഫയലിൽ ഈ ഒരു ലൈൻ ഡെലിറ്റ് ചെയ്തിട്ട് അവർ വേറൊരു ലൈൻ അവിടെ ആഡ് ചെയ്തത് മാത്രമേ അവർ എഴുതി വയ്ക്കുള്ളൂ. ഞാൻ ഇവിടെ കമ്മിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആഡ് ചെയ്തിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചു. അപ്പോൾ വൺ ഇൻസർഷൻ വൺ ഡെലിഷൻ, അത് ഒരു ലൈൻ ഡെലിറ്റ് ചെയ്തിട്ട് ആ ലൈൻ നമ്മൾ വേറെ ലൈൻ വെച്ച് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറേ കമ്മിറ്റ് ചെയ്തു തരാം, നമുക്കൊരു 3-4 കമ്മിറ്റ് ചെയ്തു. നമുക്ക് ഈ കമ്മിറ്റ്സൊക്കെ കാണണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെ ചെയ്യാം, ഗിറ്റ് ഷോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത കമ്മിറ്റും നമ്മൾ ആ കമ്മിറ്റിൽ നമ്മൾ എന്ത് മാറ്റം വരുത്തിയെന്നുള്ളതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ സ്നാപ്ഷോട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ഫയലിൽ നമ്മൾ എന്ത് മാറ്റം വരുത്തിയെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഓവർവ്യൂ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ നോക്കണം, നമുക്ക് വേറെ കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഓദർ എന്താ, നമ്മൾ ഗിറ്റ് കോൺഫിഗിൽ കൊടുത്ത പേര് ആ ഇമെയിൽ ഐ ഡി. പിന്നെ ഡേറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റ് ജൂലൈ 14 വെനസ്ഡേ ജൂലൈ 14, 2020 നമ്മൾ കമ്മിറ്റ് ചെയ്ത സമയം. ഓക്കെ, പിന്നെ ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആൽഫ ന്യൂമറിക് ടെക്സ്റ്റ് ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ സ്നാപ്ഷോട്ട് എടുത്ത് വെക്കലും അവർ ഓരോ സ്നാപ്ഷോട്ടിനും ഇങ്ങനെ ഒരു ആൽഫ ന്യൂമറിക് ടെക്സ്റ്റ് അവരൊന്ന് ജനറേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അതെന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഗിറ്റ് ലോഗ് അടിക്കാമെന്ന് വിചാരിച്ചു. അതൊരു വേറെ കമാൻഡാണ്. ഈ കമാൻഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ആ എല്ലാ കമ്മിറ്റും നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത കമ്മിറ്റ് ഫസ്റ്റ് ചെയ്ത കമ്മിറ്റ് ലാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നോക്കുമ്പോൾ എന്തിട്ടാ നമ്മൾ ലാസ്റ്റ് ചെയ്ത കമ്മിറ്റ് എന്താ, ചേഞ്ച് ടൈറ്റിൽ ടു ഹലോ. അത് കഴിഞ്ഞിട്ട് ചേഞ്ച് ടൈറ്റിൽ, ചേഞ്ച് ഇനീഷ്യൽ, നമുക്ക് ഓരോ കമ്മിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ.
അപ്പോൾ എനിക്ക് ഈ കമ്മിറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു കാണുന്നുണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്യാം, എന്നിട്ട് ഗിറ്റ് ഷോ ഈ കമ്മിറ്റിൻ്റെ ആ ഒരു ID നമ്മൾ അത് പേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്മിറ്റിനകത്ത് നമ്മൾ എന്ത് മാറ്റം വരുത്തിയെന്നുള്ളതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് നമുക്ക് കിട്ടും. നമ്മളോട് കൊടുത്ത മെസ്സേജ്, നമ്മൾ ആ കമ്മിറ്റിന് കൊടുത്ത മെസ്സേജ്, ആരാണ് ആ മാറ്റം വരുത്തിയത്, ആ കമ്മിറ്റിൻ്റെ ഡേറ്റ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും മനസ്സിലായി എല്ലാവർക്കും? എല്ലാവർക്കും ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ. ഇപ്പോൾ നമ്മൾ ഫയൽ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് പഠിച്ചു, കമ്മിറ്റ് ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പുതിയൊരു ഫയൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ. style.cs എന്നിട്ട് പുതിയൊരു ഫയൽ ഒന്ന് ആഡ് ചെയ്തു. ഞാനിപ്പോൾ വേറൊരു ഫയൽ കൂടി ആഡ് ചെയ്യാം. style.cs styles.cs എന്നിട്ട് ഫയൽ ആഡ് ചെയ്തു. നിങ്ങൾ ഈ കോഡൊന്നും നിങ്ങൾ നോക്കണ്ട, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ മതി, അല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ഇത് ചെയ്തു. ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് നോക്കണമെന്നുണ്ടെങ്കിൽ index.html മോഡിഫൈ ചെയ്തിട്ടുണ്ട്. style.css styles.cs രണ്ട് ഫയൽ വന്നിട്ടുണ്ട്. രണ്ട് ഫയലും അൺട്രാക്ഡ് ആണ്. നമ്മൾ എല്ലാ ഫയലും നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എന്തിട്ടാ ഗിറ്റ് ആഡ് ഡോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗിറ്റ് ആഡ് ഇൻഡെക്സ് ഫയൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് index.html കൊടുക്കണം. പിന്നെ നമുക്ക് ഏതൊക്കെ ഫയൽ കൊടുക്കണോ, ഏതൊക്കെ ഫയൽ ട്രാക്ക് ചെയ്യണോ ആ ഫയലൊക്കെ നമുക്ക് കൊടുക്കാം. ഇവിടെ എനിക്ക് സ്റ്റൈൽ കൊടുക്കണം, ഞാൻ സ്റ്റൈൽ ഇവിടെ കൊടുത്തു, style.css കൊടുത്തു, styles.css ഞാൻ എല്ലാം കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എൻ്റർ കൊടുക്കണം. എൻ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഗിറ്റ് സ്റ്റാറ്റസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് HTML ഫയൽ മോഡിഫൈ ചെയ്തു, CSS എന്ന് പറഞ്ഞിട്ട് പുതിയ ഫയൽ ഉണ്ടാക്കി, സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഫയൽ ഉണ്ടാക്കി, style.cs എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫയൽ ഉണ്ടാക്കി നമുക്ക് കാണിക്കുന്നുണ്ട്. നമുക്കിത് കമ്മിറ്റ് ചെയ്യാം. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഗിറ്റ് കമ്മിറ്റ് മെസ്സേജ് ആഡ് style.css. ഓക്കെ, അപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ആകെ ഉപയോഗിച്ചത് styles.css മാത്രമേ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. style.css മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, styles.css ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ ഫയൽ എനിക്ക് റിമൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ ഈ ഫയൽ എങ്ങനെ റിമൂവ് ചെയ്യാം? അതിനുള്ള കമാൻഡാണ് ഗിറ്റ് rm എന്ന് പറഞ്ഞാൽ റിമൂവ്. ഓക്കെ, റിമൂവ് rm ആ ഫയലിൻ്റെ പേര് styles.cs കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഫയൽ റിമൂവ് ആയി. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാമെന്ന് വിചാരിച്ചോ. നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഫയൽ അവിടെ ഡി ഫ്ലാഗ് ഡിലീറ്റ് എന്നുകൊണ്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം. ഗിറ്റ് സ്റ്റാറ്റസ് നോക്കണമെന്നുണ്ടെങ്കിൽ ദിസ് ഫയൽ ഹാസ് ബീൻ ഡിലീറ്റഡ്, ചേഞ്ചസ് ടു ബി കമ്മിറ്റഡ്, ദിസ് ഫയൽ ഹാസ് ബീൻ ഡിലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഫയൽ നമുക്ക് ഇത് കമ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ ഗിറ്റ് കമ്മിറ്റ് റിമൂവ്ഡ് അൺവാണ്ടഡ് ഫയൽ styles.css കൊടുത്തു. അപ്പോൾ ആ ഫയൽ റിമൂവ് ആയി. എൻ്റെ VS കോഡിൻ്റെ പ്രശ്നമാണ്. അത് ആക്ച്വലി അവിടെ ഡയറക്ടറിയിൽ ആ ഫയലില്ല. ഓക്കെ, ആ ഫയൽ ആക്ച്വലി ഇതിനകത്ത് ഡെലിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗിറ്റിൽ നിന്ന് ആ ഫയൽ ഡെലിറ്റ് ആയിട്ടുണ്ട്.
പക്ഷേ നമ്മൾ ഗിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഒരു ഫയൽ ഡെലിറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആ ഒരു വേർഷൻ നമുക്ക് മിസ്സായല്ലോ. styles.css എന്ന് പറയുന്നത് നമ്മളൊരു ഫയൽ ആഡ് ചെയ്തു, അത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമായിരുന്നു ഒരു സമയത്ത്. ഇവന്തോ നമ്മൾ ഡെലിറ്റ് ചെയ്തെങ്കിലും ആ ഒരു ഫയൽ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഒരു സമയത്ത് ആ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഫയൽ നമുക്ക് എപ്പോഴും പക്ഷേ ഗിറ്റ് ഒരിക്കലും ആ ഒരു ഫയൽ നമുക്ക് ഡെലിറ്റ് ചെയ്യില്ല. നാളെ നിങ്ങൾക്ക് ആ ഫയൽ തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫയൽ റീസ്റ്റോർ ചെയ്യാനും ഗിറ്റിൽ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. നമുക്ക് ഒരു ഫയൽ എങ്ങനെയാണ് നമുക്ക് ഡെലിറ്റ് ചെയ്ത ഫയൽസ് റീസ്റ്റോർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഗിറ്റ് എങ്ങനെ നമ്മൾ എല്ലാ കമ്മിറ്റ്സ് എങ്ങനെ കാണാം, ഗിറ്റ് ലോഗോ ഇടുന്നതിന് നമ്മൾ ചെയ്ത എല്ലാ കമ്മിറ്റ്സും നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ എനിക്ക് ഈ ഒരു കമ്മിറ്റിലാണ് ഞാൻ ആ ഫയൽ റിമൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു കമ്മിറ്റ് വേണ്ട അല്ലേ, എനിക്ക് ഈ ഒരു കമ്മിറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, എനിക്ക് ഈ ഒരു കമ്മിറ്റിൻ്റെ ആവശ്യമില്ല. അതായത് ഈ കമ്മിറ്റ് ഞാൻ റിവേർട്ട് ചെയ്യണം, അതായത് ഞാൻ ഈ കമ്മിറ്റ് തിരിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഗിറ്റ് റിവേർട്ട്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ടേ, ഈ കമ്മിറ്റിൻ്റെ ഈ ഹാഷ് കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, നമ്മുടെ നേരത്തെ നമ്മൾ VS Code തുറന്ന പോലെ തന്നെ നമുക്ക് VS Code തുറന്നിരിക്കുന്നു. ഞാൻ അവിടെ സേവ് ചെയ്തിട്ട് ഞാൻ അത് ക്ലോസ് ചെയ്തു. നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫയൽ ചേഞ്ചിൽ ക്രിയേറ്റ് മോഡ് style.css നമ്മൾ ഇതിൻ്റെ കമ്മിറ്റ് നോക്കണമെന്ന് സംഭവിച്ചിരിക്കുന്നത് ഡിലീറ്റ് style.css. ഇവിടെ നോക്കണമെങ്കിൽ അതിൻ്റെ നേരെ റിവേഴ്സ് വന്നു, എന്താ ക്രിയേറ്റ് styles.css. ഇപ്പം നമ്മുടെ LS വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ styles.css നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഏത് കമ്മിറ്റ് വേണമെങ്കിലും അങ്ങനെ നമുക്ക് റിവേർട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഇത് റിവേർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗിറ്റ് സ്റ്റാറ്റസ് ഫസ്റ്റ് കൊടുക്കണം, ഗിറ്റ് സ്റ്റാറ്റസ് കൊടുക്കണം. ഞാൻ ഈ കമ്മിറ്റ് ഞാൻ റിവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് ഓക്കെ, ഇത് ചെയ്യാൻ ചേഞ്ച് ടൈറ്റിൽ ടു ഹലോ അല്ലേ. ഇവിടെ റിവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗിറ്റ് റിവേർട്ട്. ഓക്കെ, അതിന് ഓക്കെ, ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതെന്താണെന്ന് നിങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇത് വിട്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് ഇത്രയും മതിയെന്ന് തോന്നുന്നു അല്ല അഖില. ബാക്കി കോൺസെപ്റ്റ് നമുക്ക് തന്നെ അടുത്ത ക്ലാസ്സിൽ ഓൾറെഡി നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മളിപ്പോൾ എന്തിനാ ഗിറ്റ് ഉപയോഗിക്കുന്ന, എന്തിനാ വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഗിറ്റ് ഉപയോഗിക്കുന്ന ഒരു ഐഡിയ ചിലപ്പോൾ അങ്ങനെ തോന്നലുണ്ടാവും. അങ്ങനെ തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം കേട്ടോ, നമ്മൾ എന്തിനാ ഇപ്പോൾ ഗിറ്റ് ഉപയോഗിക്കുന്നത് എൻ്റെ ഐഡിയ. അതായത് ഇതെന്തിനാ ഇപ്പോൾ വെറുതെ എന്തിനാ ഗിറ്റ് ഉപയോഗിച്ചിട്ട് ഒരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടോ? എന്തിനാ ഇത്ര കമൻറ്റ് അടിച്ച് വെറുതെ ആവശ്യമില്ല ഇത്ര കമൻറ്റൊക്കെ അടിക്കാൻ തോന്നുന്നു മിക്കവാർക്ക് ആർക്കെങ്കിലും ഒക്കെ തോന്നുന്ന ഒരാളെങ്കിലും മിനിമം ഉണ്ടാവും എന്തായാലും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിളായിട്ട് ഓക്കെ അതിപ്പോൾ ഗിറ്റ് ഉപയോഗിക്കാനൊരു മാക് യൂസേഴ്സിന് നിങ്ങൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൂ ഇൻസ്റ്റാൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഗിറ്റ് പ്രീ ഇൻസ്റ്റാളും ആയിരിക്കും മാക്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ബ്രൂ ഇൻസ്റ്റാൾ ഗിറ്റ് കൊടുത്തുന്നുണ്ടെങ്കിൽ ഗിറ്റ് ഇൻസ്റ്റാൾ ആയിരിക്കും. ഞാൻ കമാൻഡ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ആയില്ലെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് മെസ്സേജ് ചെയ്യുക അഫ്നു. ഇൻസ്റ്റാൾ ആയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ടെലിഗ്രാം മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അസിസ്റ്റ് ചെയ്യാം. ഓക്കെ, കേൾക്കുന്നുണ്ട്. അത് മാക് യൂസേഴ്സിന് യൂസ് ചെയ്യാം. ഞാൻ കമാൻഡ് ചാറ്റിൽ ഇട്ടിട്ടുണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ. അതൊന്ന് റൺ ചെയ്ത് നോക്ക്.
ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പ്രൈവറ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ ഓക്കെ. ഞാനിപ്പോൾ എൻ്റെ അഫ്ലുവിൻ്റെ ചാറ്റ് ഇതുണ്ടെന്നുള്ളത് ഞാൻ അയച്ചു തരാം, കുഴപ്പമില്ല. ഓക്കെ, അത് ജസ്റ്റ് അല്ലെങ്കിൽ ഒന്നും വേണ്ട, ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ സോറി ബേസിക്കലി ചുമ്മാ സെർച്ച് ചെയ്താൽ മതി, ഹൗ ടു ഇൻസ്റ്റാൾ ഗിറ്റ് ഓൺ മാക്. സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്യൂട്ടോറിയൽ ഉണ്ടാവും, ജസ്റ്റ് റൺ ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഓക്കെ, ഷുവർ. ഇപ്പോൾ ആർക്കെങ്കിലും നമ്മൾ എന്തിനാണ് ഗിറ്റ് ഉപയോഗിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഗിറ്റ് ഉപയോഗിച്ചിട്ട് എന്താ ഗുണം എന്നുള്ള സംശയം ഉണ്ടോ? ബിക്കോസ് അതുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോളൂ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾ ഗിറ്റ് ഉപയോഗിച്ചില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ പറയണേ. അങ്ങനെ എന്തിനാ ഗിറ്റ് ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യം നമ്മുടെ എന്താ പറയുക, നമുക്ക് നമ്മുടെ ഓരോരോ വേർഷൻസ് നമുക്കിങ്ങനെ ട്രാക്ക് ചെയ്യാനും നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നുള്ളത് നമുക്ക് മൊത്തമായിട്ട് പിന്നെ നമുക്ക് തിരിച്ചു പോയിട്ട് നമുക്ക് ഓരോരോ ചേഞ്ചുകൾ നമുക്ക് നോക്കാൻ പറ്റും, ഒന്നാമത്തെ കാര്യം. പിന്നെ കുറേ ആൾക്കാർ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യല്ലോ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഞാൻ ചിലപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു കോൺസെപ്റ്റും കൂടി പഠിപ്പിക്കും, ബ്രാഞ്ചിൽ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റും കൂടി പഠിപ്പിക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി തറവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും തോന്നുന്നു ഈ കാര്യം. അഖില അപ്പം പോരാ ഇത് എക്സ്പ്ലെയിൻ ചെയ്യല്? ഹലോ, ഓക്കെ ശിശു, ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഓൾറെഡി നമ്മൾ വിചാരിച്ച സമയം കഴിഞ്ഞു. നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നാളെ, അപ്പോൾ ക്ലാസ് നാളെ വയ്ക്കല അഖില? അപ്പോൾ എന്തായാലും നാളെ നമുക്ക് ഗിറ്റ് ക്ലാസ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. വേറെ എന്തെങ്കിലും പറയണ്ടാകില്ല വന്നതിന്? ഓക്കെ, അപ്പോൾ നമ്മുടെ സെഷൻ വേറൊരു കാര്യമുണ്ട്. പലരും ഇത് ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.